അയ്യ പല്ലിൽ കളിച്ചില്ല ആൾക്കാർ കാണും പല്ല് ചെറിയ കാര്യം പറയാൻ പാടില്ല അപ്പൊ തന്നെ സങ്കടപ്പെട്ടു ഇത്ര സോഫ്റ്റ് ആയിട്ടാ അവിടുത്തെ കാലതെങ്കിലും കുറച്ച് പിരിപ്പിരിയാണ് ആരും ടെൻഷൻ ആക്കണം എടുക്കാമേക്കണ്ട് പ്രീവിയസ് വീഡിയോയിൽ നോക്കി മനസ്സിലായി വട്ട 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 പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരം എനിക്ക് ദേഷ്യം പിടിക്കും മനുഷ്യനല്ലേ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഏറ്റവും വലിയ ആഗ്രഹമാണ് കേട്ടോ എൻ്റെ മോൻക്ക് ഇത് ചെയ്യണം എന്നുള്ളത് സോ അതാണ് ഇന്ന് വാശി പിടിക്കുന്നത് ചെയ്തു നമ്മളിന്ന് ഇതൊന്ന് കീറുന്ന ഇങ്ങനെ സൗണ്ട് ആക്കണം പിടിക്കണം കട്ടി പിടിക്കണം ബ്ലെയിം ചെയ്യതുണ്ട് ഇത് വന്നിട്ടുണ്ടോ മേബി ഇത് നീക്കിയിരുന്നത് അങ്ങനെ അയ്യ പല്ലിൽ കളിച്ചില്ല ആൾക്കാർ കാണും പല്ല് കളിച്ചില്ല അത് മൈക്കിങ് ആക്കി സൗണ്ട് ഉണ്ടോ ഈക്ക മോഡലിട എന്തായി റെഡ് വന്നല്ലോ ഇനി നമ്മള് ടക്ക 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 അപ്പൊ ഹൗ ടു യൂസ് എല്ലാം എക്സ്പ്ലെയിൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഹൗ ടു യൂസ് എന്ന് അപ്പൊ നിങ്ങൾ വിചാരിച്ചോളൂ ഇത്രയും ദിവസം മാസ്ക് ഇടാതെ വന്നു ഇപ്പൊ എന്തിനാ മാസ്ക് ഈ മുഖത്ത് മടിച്ചു വരുന്നത് സോ റമദാൻ മാസമാണ് നമ്മള് കളിയാക്കുന്ന സമയം നല്ലത് അപ്പൊ ഇതിൻ്റെ ഇതാ ഇങ്ങനെ ഒന്നുണ്ട് കേട്ടോ ശരി ഒരു ബഡ്സ് തന്നിട്ടുണ്ട് ഇതൊന്ന് നെയിൽ ഓയിലാണ് തന്നത് പിന്നെ ഇത് അതിന്റെ അടിക്കാതെ പറഞ്ഞു കൊടുക്കിച്ചു എന്താണ് പിന്നെ ഇത് നൈൽ ഡിസൈൻ ആണ് കേട്ടോ മീൻസ് ഗ്ലൂ ഒരു ടിഷ്യൂ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സാധനം തന്നിട്ടുണ്ട് നൈലിന്റെ ഹെന്ന പ്രീമിക്സ് പൗഡർ ആണ് ഇതിനങ്ങനെ പറഞ്ഞ ഇതിന് ഗെറ്റ് അപ് ടു 50% ഓക്കെ അതിന് ഓഫ് ഉണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവർ ഫൈൽ യുവർ നെയിൽസ് നെയിൽസ് നല്ല രസാക്കണം ഇങ്ങനെ രസാക്കാൻ പറഞ്ഞിട്ടുണ്ട് നെയിൽസ് ഒക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു റംലാന്റെ മുമ്പ് നമ്മൾ നെയിൽ പോളിഷ് അത് ഇതൊന്നൊക്കെ ഇടും പക്ഷെ റംലാൻ മാസത്തിൽ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പൊ മെഹന്തി ആയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അത് കൊണ്ടാണ് കേട്ടോ വാങ്ങിയത് പെരുന്നാൾ ടൈമിലൊക്കെ സ്വിച്ച് ഓഫ് ആയ ഓക്കെ ഇതൊക്കെ ആദ്യം പറയൂ എന്താ ഞാൻ ചെയ്യുന്നത് ഇത് നെയിൽ സ്മൂത്ത് ആക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് നെയിൽ സ്മൂത്ത് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ ഓൾറെഡി സ്മൂത്ത് ആണ് ഇതുമായി ഓവർ ഒന്നും ഞാൻ ചെയ്യാൻ പോകില്ല പിന്നെ രണ്ടാമത്തേത് ടേക്ക് പ്രീമിക്സ് പൗഡർ ഇൻ ബോൾ ആഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് എ തിക്ക് പേസ്റ്റ് അപ്ലൈ ഓൺ നെയിൽ അണ്ടിൽ ഇറ്റ് ഡ്രൈ ആൻഡ് തിൻ വൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രീമിക്സ് പൗഡർ സ്റ്റെപ്പ് 3 പറഞ്ഞത് അപ്ലൈ നെയിൽ ഇഞ്ചക്ഷൻ ഈ നെയിൽ ഇഞ്ചക്ഷൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പ് 3 ഇത് പിന്നെ സ്റ്റെപ്പ് 4 അപ്ലൈ നെയിൽ ഹെന്ന ഷൈനർ ഓയിൽ ആണ് അത്ര അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പൗഡർ ഒന്ന് ആഡ് ചെയ്യാം ആ പൗഡർ എവിടെ ഉണ്ട് അതാ നീ കാര്യം ചെയ്യും ഒരു ചെറിയ ഗ്ലാസ് വാട്ടർ കൊണ്ടുപോകും വാട്ടർ അത് കളിക്കണ്ടേ ഇത് കൊണ്ടുപോകും അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മോൾ ബോട്ടിൽ തന്നിട്ടുണ്ട് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ് കേട്ടോ ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ളത് 346 കുറച്ചുകൂടി വെച്ചു നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യല്ലേ ഞാനിപ്പോ നിക്ക് ഞാൻ പറയാം എനിക്ക് മനസ്സിലാവില്ല ഇത് കൊണ്ടോ വാശി പിടിക്കണ്ട
അപ്പൊ ഞാൻ അവർ കുറച്ചിടുന്നുണ്ട് കേട്ടോ. എന്തിങ്ങനെ Towel tissue. ടിഷ്യൂ വെച്ചതാ? വാ Brown tissue. Spider web. എന്താ Spider. Otruma. Robbo. കേക്കില്ല അവിടെ പിസിയില്ല. Robbo. ഇത്ര ഇടണം മച്ചി. എന്താണെന്ന് ചോദിച്ചു. Yes, Uma. ഇപ്പൊ കുറച്ച് വാട്ടറാണ്. അറിയില്ല കേട്ടോ ഇതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല. ഒരു കള്ള ഡ്രസ് ഇട്ട് മേൽകൂടൊക്കെ വന്നിട്ട് ആയിട്ടൊന്ന് മിക്സ് ആയിട്ടിതാ കാണുന്നുണ്ടാ? നന്നായിട്ടൊന്ന് ഇതാ മിക്സ് ആയിട്ടുണ്ട്. ബ്രൗണീസ് ടൈം ഒന്ന് വെയിറ്റ് ബ്രൗണി കേക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് പോലെ കണ്ട് ചോക്ലേറ്റ് ഇത് അപ്ലൈ ചെയ്യണം. അതിനുശേഷം മച്ചേ വാ ഒരു നെയിൽ ഇഞ്ചക്ഷൻ ലൈവ് ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിലൊന്നും കണ്ടിട്ടില്ല. വാ നെയിൽ ഇഞ്ചക്ഷൻ ലോഡ് വെക്കണോ? അതെല്ലാം അവിടെ വെച്ച് ഇപ്പൊ ഒന്നാക്കണ്ട. ഇത് വണങ്ങിട്ട് ഇതിനൊക്കെ ടൈം എടുത്തിട്ടാണ്. എനിക്ക് ഇന്ന് അത്താലത്തിൽ വാങ്ങാനില്ല കേട്ടോ. കാരണം ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. ഇവരൊന്ന് വറുക്കണം. വറുക്കിട്ട് ഇഞ്ചക്ഷൻ ഇതാണ് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, നിങ്ങൾ ഒരുപാട് വെറുപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇതാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ആക്കാം. സമയമില്ലാത്ത സമയത്തിൽ നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കാൻ വേണ്ടി ഈ പോലീസ് അല്ല ആ റെഡ് ആവുന്നുണ്ട് കേട്ടോ. ഇത് തട്ടിയുള്ള റെഡ് ആയത് കണ്ടില്ലേ? റെഡായി റെഡ് ആയി എന്ന് പറയുന്നത്. ഇവിടെ തട്ടിരുന്നല്ലേ റെഡായി പെട്ടെന്ന് പിടിക്കുന്നുണ്ടല്ലോ. അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാനിത് വാങ്ങിയത് മീഷോ എന്നാണ് കേട്ടോ. ഞാൻ വേറെ ആൾക്കാർ വാങ്ങിയത്, സ്വന്തമായിട്ട് വാങ്ങിയതല്ല. വേറെ ആൾക്കാർ റിവ്യൂ നോക്കിട്ട് വാങ്ങിയതാ. ഇപ്പൊ നോക്കാം, ഞമ്മൾ തന്നെ ചെക്ക് ചെയ്യല്ലോ എന്താവുന്നുള്ളത്. എന്താ ഇപ്പ ചിരിക്കുന്നേ? വീട്ടിൽ ഇതുപോലത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ സംഭവം. എന്താണ് അതിന്റെ ഉള്ളില് അത് നോക്കാതെ വറങ്ങൂല. ഇങ്ങനത്തെ ഇതാ അടുത്തുള്ള പോലത്തെ കുട്ടി ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ കമന്റ് ബോക്സിലൂടെ. വേണ്ട ഒരു സാധനം ഉണ്ട് വെച്ചതുണ്ടല്ലോ, ഒരു സാധനം വെക്കില്ല. അതിനെടുക്ക, അതിന് ഉള്ളിൽ റിപ്പയർ ചെയ്യൊക്കെ നോക്ക, അതെന്താണെന്ന് നോക്ക. എന്ത് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ഇഷ്യൂ വളരെ നല്ല കുട്ടിയാണെന്ന്. അങ്ങനല്ല, കുട്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന്. കേരളക്കാരിൽ എന്തായാലും ഇങ്ങനെ ചെറിയ കാര്യം പറയാൻ പാടില്ല, അപ്പൊ തന്നെ സങ്കടപ്പെട്ടു. ഇത്ര സോഫ്റ്റ് ആയിട്ടാവുന്നത് ആരതെങ്കിലും. നമ്മളിവിടെ ഭയങ്കര ഹാർഡാണ്. അങ്ങനൊന്ന് കൊഞ്ചിക്കാനോ കിഞ്ചിക്കാനോ പോകില്ല. ഞാൻ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ നോക്കിയാണ്, എല്ലാരതല്ല, ചില ആൾക്കാർ ഈ കുട്ടികള് പെൺകുട്ടികൾ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടാ. അത്രക്ക് സോഫ്റ്റ് ആവരുത്. പെട്ടെന്ന് മെൽട്ടായി പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കും, പെട്ടെന്ന് അവരെ കുയിലേക്ക് വീഴും. ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട്. അങ്ങനെ മംഗലാപുരത്ത് നോക്കൂ, അങ്ങനെ ഒരു കുയിലേക്ക് അങ്ങനെ പെട്ടെന്ന് വീഴൂല. ഇവിടെ ട്രസ്റ്റ് കുറവാണ്. ട്രസ്റ്റ് മീൻസ് ആരെ വിശ്വസിക്കുന്നത് കുറവാണ്. ഒരാൾ കരഞ്ഞു, ഒരാൾ എന്തെങ്കിലും പറഞ്ഞത് പറഞ്ഞാൽ സങ്കടപ്പെടാറില്ല. തിരിച്ച് അവർ അങ്ങോട്ട് കരഞ്ഞിട്ട് പോയാൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കളിയാക്കും. അവന് വിടൽ കഥ പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ വലിയ വലിയ വിടൽ കഥയൊക്കെ പറയുന്ന ആൾക്കാർ ഇവിടെ ആരും വിശ്വസിക്കാറില്ല. കേരള പെണ്ണുങ്ങൾ പാവ വിശ്വസിച്ചിട്ട്, ചില ആൾക്കാരട്ടെ, എല്ലാരല്ല, വിശ്വസിച്ചിട്ട് വഞ്ചിക്കപ്പെടുന്നുണ്ട്. കാരണം വിശ്വാസ വഞ്ചന അവിടെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വിടുന്ന ആൾക്കാരും കൂടുതലാണ് അവിടെ. ഞാൻ കണ്ടതില് എല്ലാരല്ല കേട്ടോ, എല്ലാരും പറയുന്നല്ല,
ചില ആൾക്കാർ അങ്ങനെ എല്ലാവരും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, എൻ്റെ കുട്ടികളും കേരള കുട്ടികളല്ലേ, അവരും ഉൾപ്പെടില്ല ഇതിൽ, ഒരിക്കലും പറയാൻ പാടില്ലല്ലോ. പക്ഷെ സോഫ്റ്റ് ഹാർട്ടാണ്, അത് ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും, ഇമോഷണൽ ആവും, പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് പെട്ടെന്ന് സഹായിക്കും, അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ദ്രോഹിച്ച് തന്നെ ഈക്വൽ 50-50 ഈക്വലാ. ഒന്നാലോചിക്കും, ഒന്ന് നന്മ പറയുമ്പോ ಇನ್ನೊಂದು എനിക്ക് ദേഷ്യം വരുന്നു. വെറുതെ എന്തിനല്ലേ നോമ്പ് സമയത്ത് ആ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഗീബത്താക്കുന്നത്. നമുക്ക് തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. ഇതെല്ലാം തൊടണ്ട, നിന്റെ കാല് വെക്കട്ടെ ഞാൻ. എന്തിനാ ജസ്റ്റ് ഒരു മെഹന്തി ലൈക്ക് ഒരു ട്രൈ ആവാം. സ്കൂളിൽ നീ സോക്സ് ഇടുന്നില്ലേ? സെറ്റാക്കണ്ട, ഒരു വാളിലെല്ലാം ആക്കരുത്. മുയിസ് വിളിക്കട്ടെ, മുയിസ് രാജനൊന്നല്ലല്ലോ വിളിച്ചപ്പോ തന്നെ പോവാണ്. മുയിസ് വിളിച്ചപ്പോ അച്ചടക്കത്തിൽ നല്ല കുട്ടികളുണ്ട്. കുട്ടികൾക്ക് കുത്തിക്കിടുന്നില്ല, അച്ചടക്കം നല്ലോണം പഠിക്കും, സ്ട്രിക്റ്റാണ് കുട്ടികളെ വളർത്തുന്നതൊക്കെ. വലുതാകുമ്പോ കുട്ടികൾ എന്ത് ചെയ്യുന്ന ആർക്കും അത് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ വീട്ടില് നല്ല ഒരാളെ വീട്ടിൽ പോകാറില്ല. ഇതുണ്ട് അവരവരുടെ മനസ്സാണ്, ഓരോ നാട്ടിലത്തെ കാര്യം പറഞ്ഞ കാര്യമില്ല. ഇവിടെ കളിച്ചു ബ്ലെയിം ചെയ്തിട്ടും കാര്യമില്ല. ഇത് ഡ്രൈ ആണ്. ഇപ്പൊ ഇതൊക്കെ ഉമ്മാക്ക് വേണ്ടി വരട്ടോ. വേണമ്മ ഇത് ഞാനിത് പെരുന്നാൾക്ക് വയ്ക്കാൻ വേണ്ടി വാങ്ങിയതാട്ടെ. ഇപ്പൊ ജസ്റ്റ് ടെസ്റ്റ് ആക്കുന്നതാണ്. കുറച്ച് പിരിപ്പിരിയാണ്, ആരും ടെൻഷൻ ആക്കണ്ട. ഇറക്കാമൊക്കെ പ്രീവിയസ് വീഡിയോയിൽ നോക്കി മനസ്സിലായി. വട്ട പറഞ്ഞുകൊണ്ടേ ഞാനിങ്ങനെ സംസാരം എനിക്ക് ദേഷ്യം പിടിക്കും. മനുഷ്യനല്ലേ, സബറെടുക്കുന്നതാണ്, പാവാണ്, വട്ട മാത്രമാണ്. പച്ചപ്പാവ, ആര് ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും അറിയില്ല. നല്ലൊരു മനസ്സുള്ള ഉമ്മയാണത്. പക്ഷെ എന്താ ചെയ്യാ, വായിനിപ്പിക്കാൻ പറ്റില്ലല്ലോ. വട്ട പറഞ്ഞോണ്ട് ചേർത്തോണ്ട് ഉണ്ടാവും വീട്ടിൽ. അപ്പൊ നോക്ക് ഗൈസ്, നോക്ക് നമ്മളെ മുയിസ് കാലിൽ വെച്ചു. ഇഷു ഈ ബീഡ്സ് അത് സ്പൈഡർ ഉണ്ട്, അവിടെ കൈബേ മിസ്റ്റർ ബ്ലാക്ക് കാറ്റ്. അല്ല മിസ്റ്റർ ബ്ലാക്ക് കാറ്റ് പറയണ്ട, മിസ്റ്റർ ബ്ലാക്ക് കാറ്റ് എന്നെ കൊല്ലു. നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ റിമൂവ് ചെയ്ത് വന്ന് നോക്കട്ടെ. അല്ലോ റബ്ബി, ഞാൻ ഇഷ്യൂ എനിക്കൊരു ബക്കറ്റിലൊരു വാട്ടർ കൊണ്ടുവന്നോ. 1 മിനിറ്റ് കേട്ടോ, ഞാൻ തന്നെ ഞമ്മല് മെഹന്തിയാണത്. ഞാനൊന്ന് കയ്യിലിട്ടിട്ട് അവരൊക്കെ നല്ല ഡാർക്ക് ആയിട്ടുണ്ട്, നല്ല ഡാർക്ക് ആയിട്ടുണ്ട്. എന്താണിങ്ങനെ ഒരു 20 മിനിറ്റ്സിൽ ഡ്രൈയുമായി നല്ലോണം ഡാർക്കുമായി. നൈൽ പോളിഷ് വെച്ച പോലെ. സത്യമായിട്ട് ഇത് നൈൽ പോളിഷ് ആണോ അത് കെമിക്കലാണോ? എടുക്കട്ടെ. എനിക്ക് കേരളട്ടോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഇതാ ഞാൻ പെരുന്നാളിന് വേണ്ടി ഞാൻ കാണിച്ചതാണ് കേട്ടോ. അത് കട്ടാക്കണം. ഇത് നെയിൽ ഇഞ്ചക്ട് കേട്ടോ, നെയിൽ ഇഞ്ചക്ട്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന്
കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല ഒരാള് പണി വേറെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇത് Drawing. Smiley face. സ്മൈലി ഫേസ്. നിനക്ക് ഉമ്മനെ ഇഷ്ടമാണോ ഉമ്മച്ചിനെ ഇഷ്ടമാണോ? Amma. General. ഒരാളെ മാത്രം പറയണം. General. ഒരാളെ മാത്രം General. ഒരാളെ മാത്രം പറയണം. General. നെയിലായിട്ട് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തിട്ട് വെച്ചോ. ബീക്ക് അപ്പൊ ഉമ്മാക്ക് ബീക്കണം ഒന്നും ഉಗುರು ബീക്കറേ കൈക്ക് തട്ട. പിന്നെ എതുക്ക് Good. Umma veces injection. Pero umma kueno adu. അല്ലല്ല ಉಗುರು ಉಗುರು ಉಗುರಿಗೆ ಅದೇ ಚೆನ್ನ ಉಗುರು ಡಿಸ್ಕಿರ್ಕ ಬೇಕು ಅಂತ ಹಲಾಲೈಕೆ ಇದಲ್ಲ ಪೊಡಿ 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 ಕಲಕಿದಂಡ ಬೇನೆಂಗ್ ಹುಡುಗ. അല്ല കലക്കിട്ട് പൊടി പശുവിന്റെ നമുക്ക് കുറച്ച് വാട്ടർ വയ്ക്കും. സത്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര ഇത് ഇങ്ങനെ ഒരു കറുപ്പ് വരാൻ കാരണം എന്താ? കളർ ഇട്ടിക്കണോ? നക്കണിക്ക് അത് ഇതാക്കണ്ട, ഡിസ്റ്റർബ് ആക്കണ്ട. അപ്പൊ ഇത് എന്റെ ഇത് കണ്ടിട്ട് ഉമ്മാക്ക് വെക്കണം. ഉഗർത് ഇഞ്ചക്ഷൻ അല്ല, ഒളിഞ്ചി അല്ല, ഇഞ്ചക്ഷൻ അല്ല. ഉമ്മക്ക് ഇഞ്ചക്ഷൻ വേണ? അല്ല ഞാൻ പറഞ്ഞു ഇത് നൈൽ ഹെണ്ണ കെയർ ഇഞ്ചക്ഷൻ ഹെണ്ണ ഈസ് ഓർഗാനിക് കെമിക്കൽ ഫ്രീ വേജ് ഹലാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് കേട്ടോ ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചത്. ഇല്ല കൈക്കിട്ടെങ്കിൽ ഇങ്ങനെ കൈയെല്ലാം കണ്ടില്ല ഇങ്ങനെ ഡാർക്കാവുന്നുണ്ടോ? പിന്നെ പിടിക്കാൻ ഇങ്ങനെ ആയമ. അപ്പൊ ഇത് ഓയിൽ ഫ്ലവർ സെന്റ് ഹെന്ന ആൻഡ് ഇത് 1 hour ഞങ്ങള് കയ്യിൽ ഇങ്ങനെ വെക്കണം. 1 hour ഹലാൽ ഏത് ഗ്ലാസ് ഇല്ലപ്പ അത് തിന്നട ഫുഡ് മക്കൾക്ക് ഇത് നിന്റെ എന്റെ കൈ വരെ വൃത്തിക്കേടായി. കൈ എന്നാലെ പോവായിരിക്കും മേ ബി. അപ്പൊ ഇങ്ങനെ 1 hour ഡ്രൈ ആയിട്ടോ ഈ എന്തായാലും ഡ്രൈ ആയി പോയി. ഈ ചെക്കൻക്ക് സ്കൂളല്ലാത്ത കാര്യമില്ല. എന്ത് പറഞ്ഞാലും സ്കൂൾ പോലെ ഇതിന് പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യണമെന്ന്. ഇത് എനിക്ക് ഡ്രൈ പോലെ കാണുന്നുണ്ട്. അപ്പൊ ഓയിൽ അപ്ലൈ ചെയ്തപ്പോ ഷൈന അല്ലേ ഷൈൻ അങ്ങനെ ഇത് ഷൈൻ ഓയിലാണ് കേട്ടോ. ഇതന്നെ 24 മണിക്കൂർ ഇട്ടിരിക്കാൻ പറ്റില്ലല്ലോ. വെച്ചതായാലും അർജന്റിലേക്ക് ഒരു റിവ്യൂ അപ്പൊ ഇത് വാങ്ങിയത് ഞാനിത് നിങ്ങളുടെ ലൈവ് ആയിട്ടാണ് കാണിച്ചത്. ഞാൻ വീഡിയോ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. ഇത് വാങ്ങിയത് മീഷോന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ആമസോണിൽ ആൻഡ് ഫ്ലിപ്കാർട്ടിൽ വാങ്ങാം. സോ അതിന്റെ ലിങ്കാണ് ഞാൻ ഇടുന്നത്. എനിക്ക് മീഷോൻ്റെ പറയാൻ പറ്റില്ല, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ടിൻ്റെ ഉറപ്പായിട്ട് ഞാൻ പറയും. ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തുമായിരിക്കും വീട്ടിൽ. പക്ഷെ ഇത് ഞാൻ ഇത്രയ്ക്ക് പറയുന്നത് എൻ്റെ പ്രൊഡക്റ്റ് അല്ല കേട്ടോ. ആരതോ ജാത്രാണ് ആരോ ഇതാക്കുന്നതാണ്. പക്ഷെ നല്ല പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് ഞാൻ തന്നത്. നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ ഇടുന്ന ആൾക്കാർക്കാണെങ്കിൽ സോ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവർ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ നെയിൽസ് ഇങ്ങനെ എപ്പോഴും ഇതുപോലെ തന്നെ മെഹന്തി വേണമെന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് വെരി ബ്ലാക്ക് ആണ് കേട്ടോ. നമുക്കൊരു മെഹന്തിന്റെ ലുക്കല്ല, വെരി ബ്ലാക്ക് ആണ് കിട്ടുന്നത്. എന്തുകൊണ്ട് ഇത്ര കളർ വന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ സത്യമായിട്ട് എനിക്കറിയില്ല ഇത്രയ്ക്ക് കളർ കിട്ടുമോ എന്നുള്ളത് എനിക്കിപ്പോൾ തന്നെ സംശയമാണ്. അവർ നാച്ചുറൽ മെറൂൺ അല്ല ഇത് കിട്ടുന്നത്, വെരി ബ്ലാക്ക് ആണ്. പിന്നെ എനിക്ക് 2 യൂസ് ചെയ്തപ്പോൾ വെരി ഡ്രൈ പോലെ ആയിരുന്നു ഹാൻഡ്. പിന്നെ ഈ ഒരു ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോഴാണ് ഇതിനൊരു ഫിനിഷിങ് കിട്ടിയത്. അപ്പൊ ഇത് നാളെ ഈ ഫിനിഷിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതിന്റെ റിവ്യൂ ഒന്ന് നാളെ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടാ. നാളെ എങ്ങനെ ഉണ്ടാവുന്നുണ്ട്
നിങ്ങൾ മനസ്സിലാക്കി ഇത്രയ്ക്ക് ബ്ലാക്ക് വന്നത് പെർമനന്റ് ആണോ എന്താണെന്നോ എനിക്കല്ല. അപ്പൊ ഇതിന്റെ നോമ്പിന്റെ അല്ല പെരുന്നാളിന്റെ ഒരു 5 ദിവസം മുമ്പ് ഞാൻ ഇതിന്റെ റിവ്യൂ കറക്റ്റ് ആയിട്ട് ഇടും. ഇപ്പത്തെ റിസൾട്ട് ഇതാണ്. ഇത് എത്ര ദിവസം നിൽക്കും എന്താണെന്നൊക്കെ കമന്റ് കൂടി ആവശ്യമുള്ളവർ കമന്റ് ചെയ്യാം. ഈശോയിട്ട് റീപ്ലൈ, അതായത് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തതായിരിക്കും. എന്റെ ഫോണിൽ അപ്പൊ ഞമ്മക്ക് അത്താഴത്തിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നടക്കും. And the nail already scratched. Sorry. நான் போன்டா இல்லங்க நான் ஸ்கூல் போன் இல்ல அந்த பண்ணு ಗುರ್ರ ಯೋಡು ಫೋನ್ ಗುಡ್